ഇന്ത്യയും യുകെയും തമ്മിൽ ഒരു പുതിയ വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ കരാർ വഴി ഇന്ത്യക്കാർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമായിട്ടും ടെക്നോളജി മാനേജ്മെന്റ് രംഗത്തുള്ള പ്രൊഫഷണൽസുകൾ, എഞ്ചിനീയർമാർ, ഗവേഷകർ എന്നിവർക്ക് യുകെയിൽ ജോലി ചെയ്യാൻ എളുപ്പത്തിൽ വിസ ലഭിക്കും. ഇതുകൂടാതെ സംഗീതജ്ഞർ, പാചകക്കാർ, യോഗ പരിശീലകർ എന്നിവർക്കായി പ്രതിവർഷം 1800 വിസകൾ അനുവദിക്കും. ഇന്ത്യൻ കമ്പനികൾക്ക് യുകെയിൽ സ്ഥാപനങ്ങൾ തുടങ്ങാനും എളുപ്പത്തിൽ സാധിക്കും. കാരണം വിസ നിയമങ്ങൾ ലഘൂകരിക്കും. ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇന്ത്യൻ കമ്പനികൾക്കും ഇത് വളരെ പ്രയോജനകരമായിരിക്കും. ഉദാഹരണത്തിന് ആർക്കിടെക്റ്റുകൾ, എഞ്ചിനീയറിംഗ്, ടെലികോം, IT മേഖലയിലുള്ളവർക്ക് യുകെയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കരാറിലൂടെ ഡബിൾ കോൺട്രിബ്യൂഷൻസ് കൺവെൻഷൻ എന്നൊരു നേട്ടം ഉണ്ടാകുമെന്നാണ്. താൽക്കാലിക വിസയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഏകദേശം 4000 കോടി രൂപയുടെ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ 3 വർഷത്തിനുള്ളിൽ ലഭിക്കും. ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതൊരു വലിയ പാക്കേജാണ്. ഇതിൽ നിക്ഷേപം, എളുപ്പത്തിലുള്ള വിസ, കുറഞ്ഞ ചിലവുകൾ എന്നിവയെല്ലാം ഉണ്ട്. ഇത് കമ്പനികൾക്ക് കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നാണ്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും പ്രൊഫഷണൽസിനും യുകെയിലേക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കും. ഇതിനു പകരമായി സ്കോച്ച് വിസ്കിക്കും കാറുകൾക്കും യുകെ ഇറക്കുമതി തീരുവ കുറക്കും. ഇതുപോലെ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യൻ സർക്കാർ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അവസരം നൽകും. ഇത് UAE-യുമായുള്ള കരാറിൽ ചെയ്തതുപോലെയാണ്. എന്നാൽ എല്ലാ സർക്കാർ ടെൻഡറുകളിലും യുകെ കമ്പനികൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ചില പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ടെൻഡറുകളിൽ മാത്രമേ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ. സംസ്ഥാന സർക്കാരുകളുടെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടാകില്ല. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയും ആവശ്യങ്ങളും പരിഗണിച്ചാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അധികൃതർ പറയുന്നു. തൊഴിലാളികളുടെ കാര്യത്തിൽ വൈദഗ്ധ്യം നേടാനും ശേഷി വർദ്ധിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും സഹകരണം ഉറപ്പാക്കും. ഇതിൽ സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ചില ഇളവുകൾ ഉണ്ടാകും. ഈ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ ഒരു സംവിധാനവും ഉണ്ടാകില്ല. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന വിഷയത്തിൽ യുകെ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഇതിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. ലളിതമായി പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കാർബൺ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് നൽകുന്നതിനെക്കുറിച്ചാണ് ഈ ചർച്ച. യുകെ ഇതിനോട് യോജിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിയായി ചില നടപടികൾ എടുക്കാൻ സാധിക്കും. ലോകത്തിലെ 5ാമത്തെയും 6ാമത്തെയും വലിയ സാമ്പത്തിക ശക്തികളാണ് ഇന്ത്യയും യുകെയും. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ മുന്നേറ്റം നൽകും. ഈ കരാറിലൂടെ യുകെയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്കും തൊഴിലാളികൾക്കും പല പ്രധാനപ്പെട്ട നേട്ടങ്ങളും ഉണ്ടാകും. യുകെയിലെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം ഇരട്ട കോൺട്രിബ്യൂട്ടറി ഉടമ്പടിയാണ്. ഇത് ഇന്ത്യൻ പൗരന്മാരുടെ സാമ്പത്തിക ഭാരം കുറക്കുന്നു. യുകെയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 3 വർഷത്തേക്ക് സാമൂഹ്യ സുരക്ഷാ വിഹിതം അടക്കുന്നതിൽ നിന്ന് ഒഴിവാകാം. ഈ നേട്ടം ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇതിനു മുമ്പ് യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ജീവനക്കാർ യുകെയിലെ നാഷണൽ ഇൻഷുറൻസിനും ഇന്ത്യയിലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനും നിർബന്ധിതമായി പണം നൽകേണ്ടി വന്നു. ഇതിനെയാണ് ഇരട്ട കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഈ ഇളവ് ഇന്ത്യൻ തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. കണക്കുകൾ പ്രകാരം ഇരട്ട കോൺട്രിബ്യൂട്ടറി ഒഴിവാക്കുന്നതിലൂടെ ഇന്ത്യൻ പ്രൊഫഷണൽസുകൾക്കും കമ്പനികൾക്കും ഏകദേശം 4000 കോടി രൂപ, അതായത് ഏകദേശം 350 ദശലക്ഷം പൗണ്ട് ലാഭിക്കാൻ കഴിയും. ഇന്ത്യൻ ജീവനക്കാർക്ക് ഇന്ത്യൻ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ ഇളവ് നേടാനാകും. ബിസിനസ് ആവശ്യങ്ങൾക്കായി യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദഗ്ധർക്ക് കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സംഗീതജ്ഞർ, പാചകക്കാർ, യോഗ പരിശീലകർ തുടങ്ങിയ സാംസ്കാരിക മേഖലകളിലെ ഇന്ത്യൻ പ്രൊഫഷണൽസുകൾക്കായി പ്രതിവർഷം 1800 വിസകൾ നൽകും. കൂടാതെ വിവിധ പ്രൊഫഷണൽ മേഖലകളിലെ ഇന്ത്യൻ തൊഴിലാളികൾക്കായി ഏകദേശം 100 പുതിയ വിസകൾ ഓരോ വർഷവും യുകെ നൽകും. തൊഴിൽ നിയമങ്ങളും വിസ നടപടിക്രമങ്ങളും ലളിതമാക്കുന്നതിലൂടെ യുകെയിൽ ജോലി ചെയ്യുന്നത് എളുപ്പമാക്കും. ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ സേവനദാതാക്കൾക്ക് എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പുതിയ കരാർ പ്രകാരം പല തൊഴിൽ മേഖലകൾക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും. യുകെയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ വർക്ക് ഫോഴ്സ് IT സെക്ടറിൽ നിന്നുള്ളവരാണ്. അവർക്ക് സാമൂഹിക സുരക്ഷാ ഇളവുകളും മെച്ചപ്പെട്ട തൊഴിൽപരമായ സാധ്യതകൾ ലഭിക്കുന്നതിലൂടെ വലിയ നേട്ടമുണ്ടാകും. ഈ കരാർ ഇന്ത്യൻ IT സർവീസ് പ്രൊവൈഡേഴ്സിന് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ഡിജിറ്റൽ സേവനങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. സംഗീതജ്ഞർ, പാചകക്കാർ, യോഗ പരിശീലകർ എന്നിവർക്കായി 1800 വാർഷിക വിസകൾ ലഭിക്കുന്നത് സാംസ്കാരിക കൈമാറ്റത്തിനും തൊഴിൽപരമായ വളർച്ചയ്ക്കും സഹായിക്കും. ഇത് ഇന്ത്യയുടെ പൈതൃകത്തെയും പാചകരീതി, വെൽനസ് പ്രാക്ടീസസ് തുടങ്ങിയ മേഖലകളിലെ സ്വാധീനത്തെയും അംഗീകരിക്കുന്നു. മാനേജ്മെന്റ് കൺസൾട്ടന്റുകൾ, ബിസിനസ് ഉപദേഷ്ടാക്കൾ തുടങ്ങിയ പ്രൊഫഷണൽ സേവനദാതാക്കൾക്ക് ലളിതമായ വിസ നടപടിക്രമങ്ങളും ഇരട്ട സാമൂഹ്യ സുരക്ഷാ വിഹിതത്തിൽ നിന്നുള്ള ഒഴിവാക്കലുകളും ലഭിക്കുന്നതിനാൽ യുകെയിലെ താൽക്കാലിക നിയമനങ്ങൾ കൂടുതൽ ലാഭകരമാകും.
ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറും ഇരട്ട കോൺട്രിബ്യൂട്ടറി ഉടമ്പടിയിലും യിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രധാന ആശങ്കകൾ പരിഹരിക്കുന്നതിൽ വലിയ പുരോഗതി നൽകും. ഇരട്ട സാമൂഹിക സുരക്ഷാ വിഹിതം ഒഴിവാക്കുന്നത് താൽക്കാലിക തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നൽകും. മെച്ചപ്പെട്ട തൊഴിൽപരമായ സാധ്യതകൾ ഇന്ത്യൻ പ്രൊഫഷണൽസുകൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ഈ കരാർ യുടെ അടിസ്ഥാനപരമായ ഇമിഗ്രേഷൻ ചട്ടക്കൂട് നിലനിർത്തുകയും ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാകുന്ന തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നു. ഈ കരാർ നടപ്പിലാക്കുന്നതിലൂടെ യിലെ ഇന്ത്യൻ പ്രൊഫഷണൽസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സാമ്പത്തികപരമായ ബന്ധം ശക്തിപ്പെടുത്താനും കഴിയും.